നമസ്കാരം. താൻ ചിരഞ്ജീവിയാണെന്നും മരിക്കുവോളം താനായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നും കരുതി 10 വർഷം നാടുപിടിപ്പിച്ച് പിണറായിയുടെ വിധി എന്തെന്ന് നമുക്കറിയാം. അങ്ങനെ തന്നെ താനായിരിക്കും ആജീവനാന്തം INTUCയുടെ പ്രസിഡന്റ് എന്ന് നനച്ച് തൻ്റെ വരുതിക്കുള്ളിൽ ആ സംഘടനയെ തളച്ചിട്ട് അതിന് ആത്മാവും ജീവനും എടുത്ത ഒരു നേതാവാണ് R ചന്ദ്രശേഖരൻ. കഴിഞ്ഞ 10 വർഷം ചന്ദ്രശേഖരൻ INTUC എന്ന തൊഴിലാളി സംഘടനയുടെ വാലും തലയും വെട്ടിമുറിച്ചാണ് അതിനെ മുമ്പോട്ട് കൊണ്ടുപോയത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2012 മുതൽ 15 വരെ 3 വർഷത്തിലധികം കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ചെയർമാൻ പദവിയിൽ ഇരുന്നപ്പോൾ 500 കോടിയോളം രൂപയുടെ അഴിമതി നടത്തിയതാണ്. 2005 മുതൽ 2015 വരെ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ MD ആയിരുന്ന K രതീശന് പ്രധാന കള്ളൻ. ചന്ദ്രശേഖരന്റെ വകയിൽ ഒരു അളിയനായതുകൊണ്ട് ചന്ദ്രശേഖരനെ പദവിയിൽ കൊണ്ടുവച്ച് കൊള്ള മുതൽ വർദ്ധിപ്പിച്ചു. വിദേശത്തു നിന്നും നിലവാരം കുറഞ്ഞ കശുവണ്ടി കൂടുതൽ വില കൊടുത്ത് വാങ്ങി കോടികളുടെ അഴിമതി നടത്തുകയായിരുന്നു. വാങ്ങിയ വിലയേക്കാൾ കുറച്ചാണ് കശുവണ്ടി പരിപ്പ് ഇവിടെ വിൽപ്പന നടത്തിയതും. കോട്ടയത്തുള്ള ഒരു വ്യാപാരിയുമായി ഗൂഢാലോചന നടത്തിയായിരുന്നു ഈ അഴിമതി ചന്ദ്രശേഖരനും രതീഷും നടത്തിയത്. മനോജ് കടകംപള്ളി എന്ന ഒരു പൊതുപ്രവർത്തകൻ നിയമ പോരാട്ടവുമായി ഇറങ്ങിയപ്പോൾ ചന്ദ്രശേഖരൻ രക്ഷിക്കാനെത്തിയത് പിണറായി വിജയനായിരുന്നു. ധനകാര്യ വകുപ്പിന്റെയും വ്യവസായ വകുപ്പിന്റെയും ഇൻസ്പെക്ഷൻ വിങ്, CAG, ലോക്കൽ ഓഡിറ്റ്, റീഹാബ്, സർക്കാർ നിശ്ചയിച്ച വിദഗ്ധ സമിതി, വിജിലൻസ് തുടങ്ങിയവരെല്ലാം അഴിമതി കണ്ടെത്തിയിട്ടും കേസെടുക്കാനോ പ്രോസിക്യൂട്ടിനോ മാറി മാറി വന്ന് സർക്കാരുകൾ സമ്മതിച്ചില്ല. ഒടുവിൽ ഹൈക്കോടതിയിൽ പോയി മനോജ് കടകംപള്ളി നിയമപോരാട്ടം നടത്തിയപ്പോൾ CBIക്ക് കേസ് വിട്ടുകൊടുത്തു. എന്നാൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണമായിരുന്നു. 2015 CBI ആരംഭിച്ച അന്വേഷണം 5 വർഷം കൊണ്ട് 2020 പൂർത്തിയാക്കിയെങ്കിലും CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുകയായിരുന്നു പിണറായി വിജയൻ. ഓർക്കണം, AICC അംഗവും INTUC സംസ്ഥാന പ്രസിഡന്റും കോൺഗ്രസിന്റെ സംസ്ഥാന കോർ കമ്മിറ്റി അംഗവുമൊക്കെയായ ചന്ദ്രശേഖരനെ സംരക്ഷിക്കാൻ പിണറായി രണ്ടും കൽപ്പിച്ചിറങ്ങി. കേസ് ഹൈക്കോടതിയിലെത്തി. 3 തവണ കോടതി നിർദ്ദേശാനുസരണം പ്രോസിക്യൂഷൻ അനുമതിക്ക് CBI അപേക്ഷ കൊടുത്തിട്ടും 3 തവണയും പിണറായി വിജയൻ പോയി പണി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ കോടതി വ്യവസായ വകുപ്പ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷിനെ വിളിച്ച് ശാസിച്ച് ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴേക്കും സർക്കാർ മാറി. പുതിയ സർക്കാർ VD സതീശന്റെ നേതൃത്വത്തിൽ വന്നിട്ടും ചന്ദ്രശേഖരെയും രതീഷിനെയും സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു എടുത്തത്. കോടികളുടെ അഴിമതി നടത്തിയെന്ന് വിവിധ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടും പിണറായി വിജയൻ രതീഷ് എന്ന കള്ളനെ റൂട്രോണിക്സ് എന്ന സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിന്റെ MD-ആയും ഖാദി ബോർഡിന്റെ സെക്രട്ടറിയുമായും നിയമിച്ച് പരിപാലിക്കുന്നു. VD സതീശൻ അധികാരമേറ്റ് നാളിത്രയായിട്ടും ഈ കള്ളനെ ആ പദവിയിൽ നിന്ന് മാറ്റുകയും ചെയ്തില്ല. പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കാൻ കോടതി കൊടുത്തിരുന്ന അന്ത്യശാസനം അവസാനിച്ചത് ഇന്നലെയായിരുന്നു. ഒഴിവുകഴിവ് പറയാൻ പറ്റാത്തതുകൊണ്ട് VD സതീശൻ സർക്കാർ മനസ്സോടെ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുന്നു. പക്ഷെ ആ പ്രോസിക്യൂഷൻ അനുമതി ഇന്നലെ കോടതിയിലെത്തിയില്ല. സാക്ഷാൽ AG തന്നെ നേരിട്ട് ഹാജരായി കോടതിയോട് പറയുന്നു, ചില ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളതുകൊണ്ട്, നിയമപരമായ ചില വ്യക്തതകൾ ആവശ്യമുള്ളതുകൊണ്ട് അനുമതി കിട്ടിയിട്ടുണ്ട്, 2 ദിവസം കൂടി അനുമതി സമർപ്പിക്കാൻ അവസരം തരണമെന്ന്. കോടതി 2 ദിവസത്തിന് പകരം 3 വർക്കിംഗ് ഡേ കൊടുക്കുന്നു. അടുത്ത ബുധനാഴ്ച ഹാജരാക്കിയാൽ മതിയാവും. എന്നാൽ യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു അട്ടിമറിയുടെ വിവരമാണ് പിന്നീട് ചന്ദ്രശേഖരന്റെ നാവിലൂടെ പുറത്തേക്ക് വരുന്നത്. ചന്ദ്രശേഖരൻ പത്രസമ്മേളനം നടത്തി താൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൂടെ പ്രോസിക്യൂഷൻ അനുമതി മാധ്യമപ്രവർത്തകരെ വായിച്ചു കേൾപ്പിക്കുന്നു. കോടതിയിൽ സമർപ്പിക്കാത്ത, ഇതുവരെ പുറത്തു വരാത്ത അനുമതി എങ്ങനെ പ്രതിയായ ചന്ദ്രശേഖരന് കിട്ടി എന്നത് ഞെട്ടിക്കുന്നതാണ്. മാത്രമല്ല, ചന്ദ്രശേഖരൻ വായിച്ച പ്രോസിക്യൂഷൻ അനുമതിയിൽ ഞെട്ടിക്കുന്ന 3 അട്ടിമറികളുണ്ടായിരുന്നു. ഒന്ന്, കോടതി നിർബന്ധപൂർവം ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അനുമതി നൽകുന്നത് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. 2, അനുമതി നൽകാൻ ഞങ്ങൾ നിർബന്ധിതരായതാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. 3, ചന്ദ്രശേഖരനും രതീഷിനും അപ്പീൽ അധികാരത്തോടെയാണ് ഞങ്ങൾ അനുമതി കൊടുക്കുന്നത് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അപ്പീൽ അധികാരം കൊടുക്കേണ്ടത് കോടതിയാണ്, സർക്കാരല്ല. ഇത് കോടതിയെ അപഹസിക്കുന്നതും വെല്ലുവിളിക്കുന്നതിനും തുല്യമാണെന്ന് AGക്ക് തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം AG അത് കൊടുക്കാതെ 2 ദിവസം കൂടി ആവശ്യമാണെന്ന് പറഞ്ഞത്. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം അതല്ല. ഇതുവരെ കോടതിയിൽ സമർപ്പിക്കാത്ത, പരാതിക്കാരൻ ലഭിക്കാത്ത, പുറത്തു വരാത്ത ഈ പ്രോസിക്യൂഷൻ അനുമതി എങ്ങനെയാണ് ചന്ദ്രശേഖർ എന്ന പ്രതിക്ക് ലഭിച്ചത്? വളരെ വ്യക്തമാണ്, ഈ കേസ് അട്ടിമറിക്കാൻ VD സതീശൻ സർക്കാരും തുനിയുന്നു എന്ന്. മുഖ്യമന്ത്രി VD സതീശനോട് വിനയപൂർവ്വം ഒരപേക്ഷയുണ്ട്. എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് ഈ നാറ്റക്കേസ് ഏറ്റെടുക്കുന്നത്? പിണറായി വിജയൻ ചെയ്തു കൂട്ടി ഇത്തരം തോന്നിയാസങ്ങൾക്ക്
ജനങ്ങൾ കൊടുത്ത മറുപടിയായിരുന്നു ഇപ്പോഴും ജനങ്ങൾ തെറി പറയുന്ന അവസ്ഥയിൽ തന്നെ പിണറായി തുടരേണ്ടി വന്നത്. ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാക്കും വി ഡി സതീശൻ എന്ന് കേരളീയ സമൂഹം ഇപ്പോഴും വിശ്വസിക്കുന്നു. CPM-കാരനായി പിണറായി വിജയൻ സാധിക്കാത്ത കോൺഗ്രസ്സുകാരനെതിരെയുള്ള അനുമതി പിണറായി വിജയന് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും കോൺഗ്രസ്സുകാരനെ വി ഡി സതീശൻ കൊടുത്തു എന്ന തരത്തിൽ കയ്യടി നേടേണ്ടതിന് പകരം എന്തിനാണ് ആർ ചന്ദ്രശേഖർ എന്ന കശുവണ്ടിക്കള്ളനെ സംരക്ഷിക്കാൻ വി ഡി സതീശൻ രംഗത്തിറങ്ങുന്നത്? ഇതിനേക്കാൾ വലിയ നാണക്കേട് അനുമതി കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല എന്ന സാഹചര്യത്തിലെങ്കിലും മാനം രക്ഷിക്കാൻ വേണ്ടി മര്യാദയ്ക്ക് അനുമതി കൊടുക്കുന്നതിന് പകരം എന്തിനു വേണ്ടിയാണ് ഈ നാടകം നടത്തി സ്വയം നാറുന്നത്? തൂറിയവനെ ചുമന്നാൽ ചുമക്കുന്നവനും നാറും എന്ന പഴഞ്ചൊല്ല് വി ഡി സതീശൻ മറക്കരുത്. പിണറായി വിജയൻ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട ആ മാനക്കേട് എന്തിനാണ് വി ഡി സതീശൻ ചോദിച്ചു വാങ്ങുന്നത്? കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന് വിവിധ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടും ആ അഴിമതിക്കാരനെ സംരക്ഷിക്കാൻ പിണറായി ശ്രമിച്ചതിൽ അത്ഭുതമൊന്നും വേണ്ട. പിണറായിക്ക് അതുകൊണ്ട് ഒരുപാട് നേട്ടമുണ്ടായി. ഒന്ന്, INTUC എന്ന് പറയുന്ന മുഖ്യ പ്രതിപക്ഷ തൊഴിലാളി സംഘടന ഒരിക്കൽ പോലും പിണറായിക്കെതിരെയോ ഇടതുമുന്നണിക്കെതിരെയോ മീണ്ടാതെ വീട്ടിലിരുന്നു. മാത്രമല്ല, സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ആശാസമരം പോലെയുള്ള ജനകീയ സമരങ്ങൾ ഉണ്ടായപ്പോൾ പിണറായിക്കൊപ്പം ഈ സമരത്തെ എതിർക്കാനും ചന്ദ്രശേഖരന് സാധിച്ചു. പിന്നെ അഴിമതി പണം പങ്കുവച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അഴിമതിക്കാർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് പിണറായി വിജയൻ്റെത്. പക്ഷെ വി ഡി സതീശന് ഇതിൻ്റെ വല്ല കാര്യവുമുണ്ടോ? കോടതി പറഞ്ഞിട്ടും അയാളെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ വി ഡിയുടെ കിരീടത്തിലെ തിളക്കം നഷ്ടപ്പെടുമെന്ന് മറന്നു പോവരുത്. പിണറായി വിജയൻ ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ വിഷമിച്ചത് വി ഡി സതീശൻ കേൾക്കാതെ പോവരുത്. ഇത്തരത്തിൽ ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ, ഈ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും വി ഡി സതീശന് തിളക്കം വല്ലാതെ കുറയും. ഇനിയെങ്കിലും ഈ അട്ടിമറി ശ്രമത്തിൽ നിന്നും പിന്മാറണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പരാതിക്കാരനായ മനോജ് കടകംപള്ളി പറഞ്ഞതുകൂടി കേൾക്കുക. നമസ്കാരം മനോജെ, കൺഗ്രാജുലേഷൻസ്. എന്തായാലും നിങ്ങളുടെ പോരാട്ടം ഒടുവിൽ വിജയിക്കുന്ന അവസരത്തിയിരിക്കുന്നു. ഇപ്പൊ ഇന്നലെ അനുമതി കൊടുക്കാൻ അവർ കൊടുത്തു, പക്ഷെ ഇതിനകത്ത് ഇപ്പോഴും സംശയമുള്ളൂ, ഇതിനോട് കൊടുത്തില്ലല്ലോ. എന്ത് പറ്റി? എന്നെ അഭിപ്രായം എന്നാ പറയുന്നത് ലേറ്റസ്റ്റ് ഡെവലപ്മെന്റില്? കഴിഞ്ഞ ഇന്നലെ AG നേരിട്ട് കോടതിയിൽ ഹാജരായി. പറഞ്ഞ് ഉച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ലീഗൽ സ്ക്രൂട്ടണി നടത്തണം, അതുകൊണ്ട് 2 ദിവസം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കോടതി അനുവദിച്ചു. ബുധനാഴ്ചത്തേക്ക് കേസ് മാറ്റി. 2 ദിവസം ചോദിച്ചപ്പോൾ 3 വർക്കിംഗ് ഡേയ്സ് കൊടുത്തു. പക്ഷെ ഇത് കഴിഞ്ഞ് ഒരു മണിക്കൂറുകൾക്കകം ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തി ഉത്തരവ് അനൗൺസ് ചെയ്തു. ഇതിനകത്ത് ഒരു കാര്യം, ചന്ദ്രശേഖരൻ ഇപ്പം ഹൈക്കോടതി നടക്കുന്ന കേസില് ചന്ദ്രശേഖരൻ കക്ഷിയേ അല്ല. ഞാനും ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ. എന്റെ എതിർ കക്ഷി സർക്കാരാണ്. സർക്കാർ അഥവാ ഉത്തരവ് കൊടുക്കേണ്ട ആദ്യം ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതിയിൽ കൊടുത്തില്ല. 2 ദിവസം സമയം ചോദിച്ചു. വേറെ ആർക്കും കൊടുത്തതായിട്ട് അറിയില്ല. പിന്നെ കൊടുക്കേണ്ടത് CBIക്കാണ്, പിന്നെ തരേണ്ടത് എനിക്കാം, പരാതിക്കാരനെന്ന് പറഞ്ഞത്. പക്ഷേ ഇന്നലെ ഈ പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ട വ്യക്തികൾക്ക് ഈ ഉത്തരവ് കൊടുത്തു എന്നാണ് ചന്ദ്രശേഖരന്റെ വാക്കിലൂടെ നമ്മൾ അറിയുന്നത്. ചന്ദ്രശേഖരൻ അത് ഇന്നലെ പത്രസമ്മേളനത്തിൽ വായിച്ചു കേൾപ്പിച്ചു. വായിച്ചതിനകത്തും ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഒരു സർക്കാർ ഒരിക്കലും ഇറക്കാൻ പാടില്ലാത്ത ഒരു ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത്. പ്രതികളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഉത്തരവിൽ കൊടുത്തിട്ടുണ്ട്. കാര്യം, ഈ കോടതിയുടെ തുടർച്ചയായിട്ടുള്ള നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ ഈ ഉത്തരവ് ഇറക്കുന്നത്. പിന്നെ ഈ അപ്പീല് പോവാനുള്ള എല്ലാ അവകാശവും നിർത്തിയിട്ടുണ്ട്. പ്രതികൾക്ക് അപ്പീല് പോവാനുള്ള അവകാശം നിലനിർത്തിക്കൊണ്ട് ഒരു സർക്കാർ ഉത്തരവ് ഇറക്കുക എന്ന് പറഞ്ഞാൽ ഈ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന അപ്പം വേറെ തെളിവില്ല. മനസ്സിലായി. അപ്പൊ എന്തായാലും ഈ പുതിയ സർക്കാരും ഈ അഴിമതിക്കാരനൊപ്പമാണ് എന്നർത്ഥം അല്ലേ? തീർച്ചയായിട്ടും. ആ ഉത്തരവ് ഇത് പലരും എത്തിയിരിക്കുകയാണ്, നിയമം അറിയാവുന്ന. അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ AG ഉത്തരവ് കൊടുക്കാതിരുന്നത്, കോടതിയിൽ കൊടുക്കാഞ്ഞത്. മനസ്സിലായി. അതിനാൽ AG അല്ല ഇപ്പം ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യുന്നതെന്ന് കൂടിയാണ് മനസ്സിലാവുന്നത്. ഓക്കെ, താങ്ക് യു.